ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാലത്തേക്ക് ഉപ്പുമാവായിരുന്നു കേട്ടോ. അപ്പോൾ 2 പഴവും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഉപ്പുമാവ് കഴിച്ചത്. അപ്പോഴത്തേനും കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കുഞ്ഞിപ്പെണ്ണിന് വാരി കൊടുക്കുവാണ് കേട്ടോ. അവൾ തന്നെ തിന്നോളും, പഴമൊന്ന് മിക്സാക്കി കൊടുക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം അവളെ നഴ്സറിയിലോട്ട് നഴ്സറി കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ട് പോകുന്നതാണ് കേട്ടോ പതിവ്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ നഴ്സറിയിൽ വിട്ടിട്ട് ഞാൻ പോയത് മീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 2-3 തരത്തിൻ്റെ മീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് ആവുമല്ലോ. അവർ ക്ലീനും കൂടെ ആക്കിത്തരും. അപ്പോൾ അതിന് ശേഷം വീട്ടിലെത്തിയിട്ട് മുളകൊന്ന് ചൂടാക്കി എടുത്തു. മുളക് മാറ്റിയതിന് ശേഷം മല്ലി ഇട്ടു, അതിൽ ജീരകവും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു, കുരുമുളക് ഇട്ട് കൊടുത്തു. ഇന്ന് തേങ്ങ ഇടാതെയാണ് കേട്ടോ കറി വെക്കുന്നത്. കുറച്ച് ഓമവും കൂടി ഇട്ട് കൊടുത്തു, അയമോദകം ഗ്യാസ്ട്രിക്കിനൊക്കെ നല്ലതായതുകൊണ്ടാണ് കേട്ടോ ഇടുന്നത്. അതിന് ശേഷം ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പുളിയും കൂടെ നന്നായിട്ട് അരച്ചിങ്ങ് എടുത്തു കേട്ടോ. പിന്നെ നല്ല മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തതിന് ശേഷം ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂത്തതിന് ശേഷം അതിൽ ഇഞ്ചിയും കൂടി ഇട്ടു. പിന്നെ കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും കരിയാപ്പിലയും മസാലയും കൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ചെറിയൊരു തള വന്നതിന് ശേഷമാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ചാറുകറി ഉണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിക്കാറുള്ളൂ, കുറച്ച് കുറുകിയ മസാലയായിട്ട് എടുക്കാറ്. ഇന്ന് വേറെ ചാറുകറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നല്ലോ. അപ്പോഴത്തേനും മീൻ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തല മാത്രമേ കറക്കി ഇടുന്നുള്ളൂ കേട്ടോ. ബാക്കി കഷ്ണങ്ങൾ വറുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേനും തല കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മീനൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി. അയിലേക്ക് ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാൻ കറിവേപ്പിലയാണ് ഇടുന്നത്, ഇന്നൊന്ന് മല്ലിയുടെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഉപ്പും പുളിയൊക്കെ പാകമായിട്ടുണ്ടോ എന്നൊന്ന് നക്കി നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. രാത്രി ആകുമ്പോഴത്തേനും ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ബാക്കിയുള്ള മീൻ കഷ്ണങ്ങളൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് മസാല ഇട്ട് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രാത്രിത്തേക്കാണ്. ഉച്ചക്കത്തേക്ക് കുറച്ച് നങ്കിരിപ്പുണ്ട്, അപ്പോൾ അത് വറുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് തോരനും കൂടി ഉണ്ടാക്കി. അങ്ങനെ ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ ചോറുണ്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.